കോളേജ് കഴിഞ്ഞ് അപ്പു തറവാട്ടിലേക്ക് പോവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാശി നേരെ രാഗത്തിലേക്കാണ് എത്തിയത്. ഇന്ന് നിന്റെ പിള്ളേർക്ക് ദാഹജലം ഒക്കെ കൊടുത്തു അർപ്പിത. അപ്പു നട്ടുപിടിപ്പിച്ച ചെടികൾക്കൊക്കെ നനവോടെ തലയുയർത്തി നിൽക്കുന്നത് കണ്ട് അവൻ തിരക്കി. ആ കൊടുത്തു. രാവിലത്തെ പിണക്കം ഇത്തിരി ബാക്കി നിൽക്കുന്നത് കൊണ്ട് മുഖം കൂട്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. നിന്റെ പിള്ളേരുടെ കാര്യം കഴിഞ്ഞെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ എനിക്കൊരു ചായ ഉണ്ടാക്കി തരാമോ? ചായക്കൊപ്പം കഴിക്കാൻ വാങ്ങിയ പഴംപൊരിയും കട്ലറ്റും ഒക്കെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് കാശി ചോദിച്ചു. അതൊക്കെ ഉണ്ടാക്കി തരും. കാശിയേട്ടൻ കുളിച്ചിട്ട് പെട്ടെന്ന് വന്നാൽ മതി. പിണക്കമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു. കാശി ഒന്ന് മൂളിക്കൊണ്ട് മുറിയിലേക്ക് കയറിയതും അപ്പു ചായ ഉണ്ടാക്കാനായി അടുക്കളയിലേക്കും പോയി. അച്ചമ്മയോട് നീ പറഞ്ഞിരുന്നോ ഇന്ന് വൈകുന്നേരം തറവാട്ടിലേക്ക് ചെല്ലില്ല എന്ന്? ചായ കുടിയും അപ്പുവിന്റെ പഠിത്തവും കാശിയുടെ വായനശാലയിൽ പോക്കുമൊക്കെ കഴിഞ്ഞു രാത്രി കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടെ കാശി തിരക്കി. പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അമ്മമ്മ സമ്മതിച്ചു. പക്ഷേ കാശിയേട്ടന് ലീവ് ഉള്ളപ്പോഴൊക്കെ ഏട്ടനെയും കൂട്ടി തറവാട്ടിൽ ചെന്നേക്കണം എന്ന് പറഞ്ഞു. പൊട്ടാറ്റോ മസാല തയ്യാറാക്കുന്നതിനിടെ അപ്പു പറഞ്ഞു. അതൊക്കെ നമുക്ക് പോകാം. അവൾ പറയുന്നത് കേൾക്കെ ഒരു പുഞ്ചിരിയോടെ കാശി പറഞ്ഞു. അവൻ പറഞ്ഞതും പെണ്ണൊന്നും മൂളി. അല്ല, ഇന്ന് കോളേജിൽ പോയപ്പോൾ മിച്ചുവിനെ കണ്ടില്ലേ അർപ്പിത? ആ കണ്ടു. ആ വിനീത മിസ്സില്ലേ? അവരോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് സംസാരിക്കേണ്ടേ? അവർ കസിൻസ് അല്ലേ? നിനക്കറിയാലോ? കാശി മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാലോ. പക്ഷേ അവർക്ക് ഒരാൾ അങ്ങോട്ട് ചിരിച്ചാൽ ഒന്ന് തിരികെ ചിരിച്ചൂടെ കാശിയേട്ടാ? അപ്പു ആലോചനയോടെ ചോദിച്ചു. ഇപ്പൊ എന്തു പറ്റി അങ്ങനെ ചോദിക്കാൻ? കാശി അവസാനത്തെ ചപ്പാത്തിയും ചുട്ടു ഹോട്ട് പോട്ടിൽ ഇട്ട് അടച്ചു വെച്ചിട്ട് ചോദിച്ചു. ഞാൻ ഇന്ന് അവരെ രണ്ടാളെയും കണ്ടപ്പോൾ ചിരിച്ചു. പക്ഷേ രണ്ടാളും ദേഷ്യത്തിൽ മുഖം വെട്ടിച്ചു പോയി. പാടിയ മുഖത്തോടെ അപ്പു അവനോട് പറഞ്ഞു. അവർക്ക് ചിലപ്പോൾ മറ്റെന്തേലും പ്രശ്നമുണ്ടായിരുന്നു കാണും. അതാവും അർപ്പിതയോട് മിണ്ടാതെ പോയത്. അല്ലാതെ മിച്ചുവിനും വിനിക്കും എന്താ നിന്നോട് ദേഷ്യം? അപ്പുവിന്റെ വാടിയ മുഖം കാണെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സങ്കടം തോന്നിയെങ്കിലും കാശി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തിരക്കി. അതാണ് ഞാനും ആലോചിച്ചത്. അറിഞ്ഞുകൊണ്ട് അപ്പു ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്താ അപ്പുവിനെ എല്ലാവരും മാറ്റി നിർത്തുന്നേ? എനിക്ക് അച്ഛനില്ലാത്തത് എന്റെ തെറ്റാണോ? കണ്ണൊക്കെ കലങ്ങി ചുണ്ടൊന്ന് വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. അതൊക്കെ വിട്ടെ, കണ്ണു തുടയ്ക്ക്. നിന്നോട് മിണ്ടാത്തവരോട് നീയും മിണ്ടണ്ട. അതിന് ആരായാലും ഞാൻ പറഞ്ഞത് അർപ്പിതയ്ക്ക് മനസ്സിലായോ? ആ സങ്കടവും കണ്ണുനീരും ഇഷ്ടപ്പെടാതെ കാശി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് അനുസരണയോടെ പെണ്ണ് മൂളി. പിന്നെ കണ്ണൊക്കെ തുടച്ച് ചപ്പാത്തിയും കറിയും എടുത്ത് ഡൈനിങ് ടേബിൾ കൊണ്ടുപോയി വെച്ചു. ആ പോക്ക് നോക്കി നിൽക്കെ അവന് ആ പെണ്ണിനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. മറ്റാരോടും ഇതുവരെ തോന്നാത്ത ഒരിഷ്ടം. അർപ്പിത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കഴിക്കാനുള്ള പ്ലേറ്റും വെള്ളവും എടുത്തു വരുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങി ടേബിളിൽ വെച്ചിട്ട് കാശി ചോദിച്ചു. കാശിയേട്ടന് എന്നോട് എന്ത് വേണേലും ചോദിക്കാമല്ലോ. അപ്പു ചിരിയോടെ പറഞ്ഞിട്ട് പ്ലേറ്റ് അവന്റെ മുന്നിലേക്ക് വെച്ച് ചപ്പാത്തി വിളമ്പിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ അച്ചുവിന്റെ കാര്യം ചോദിക്കാനാണ് അർപ്പിത. കാശി ചപ്പാത്തി പിച്ച് കറിയിൽ മുക്കി വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ അച്ചുവിന്റെയോ? അവളുടെ എന്ത് കാര്യം? അവളുടെ എന്ത് കാര്യം എന്ന മട്ടിൽ അന്തം വിട്ടതുപോലെ അപ്പു അവനെ നോക്കി. അത് പിന്നെ അവൾക്ക് ഈ പ്രണയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടിയാണ്. അപ്പുവിന്റെ നോട്ടം കാണെ കാശി വല്ലായ്മയോടെ ചോദിച്ചു. എന്റെ അച്ചു നല്ലതാണ്. അവൾക്ക് ഇമാതിരി ചീത്ത സ്വഭാവം ഒന്നുമില്ല. അവളെപ്പറ്റി ആരും അങ്ങനെയൊന്നും പറയണ്ട. എനിക്കിഷ്ടമല്ല അത്. പെണ്ണ് ചീറ്റിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞു. എന്തിനാ അർപ്പിതയ്ക്ക് ദേഷ്യം? പ്രണയമുണ്ടെങ്കിൽ അവൾ ചീത്ത കുട്ടിയാണ് എന്നാണോ? അല്ലെങ്കിൽ പ്രണയം ഒരു ചീത്ത കാര്യമാണോ? അപ്പുവിന്റെ ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണും മുഖവും കാണെ കാശി ചിരിയോടെ തിരക്കി. അവൻ ചോദിച്ചതിന് അപ്പു ഒന്നും മിണ്ടിയില്ല. കയ്യിലിരുന്ന ചപ്പാത്തി വിരൽ കൊണ്ട് ഞെരിച്ചതേ ഉള്ളൂ. ഡോ, എന്നെ നോക്ക്, ഞാൻ ബാക്കി കൂടെ പറയട്ടെ? കാശി വിളിച്ചതും ഇഷ്ടക്കേടോടെ പെണ്ണ് മുഖമുയർത്തി അവനെ നോക്കി. അമലിന്റെ അനിയനില്ലേ അഭിലാഷ്, അവന് വേണ്ടി നിന്റെ അച്ചുവിനെ ആലോചിച്ചാലോ എന്നൊരഭിപ്രായം. ആ ചെക്കന് അച്ചു എന്ന് വെച്ചാൽ ജീവനാണെന്ന് പറയുന്നു. കാശി പറഞ്ഞു നിർത്തിയതും പെണ്ണ് അങ്ങനെയാണോ എന്ന പോലെ സന്തോഷത്തോടെ അവനെ നോക്കി. എന്റെ അച്ചു നല്ലതാണ് കാശിയേട്ടാ, പാവമാണ്. ആ അഭിചേട്ടൻ പാവമാണോ? അപ്പു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ അത്യാവശ്യം നല്ല വായ്നോക്കിയാണ്. നല്ല പെൺപിള്ളേരെ കണ്ടാൽ അന്തം വിട്ട് നോക്കും. പക്ഷേ നിന്റെ അച്ചുവിന്റെ കാര്യത്തിൽ അവൻ സീരിയസ് ആണ്. അങ്ങനെയല്ലെങ്കിൽ അവനത് വീട്ടിൽ പറയില്ല. ചെക്കൻ വീട്ടിലുള്ളവർക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല എന്നാണ് അമൽ പറഞ്ഞത്. കാശി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. അച്ചു പാവമാണ് കാശിയേട്ടാ. അവളെ അഭിചേട്ടൻ പൊന്നുപോലെ നോക്കുമോ എന്ന് ചോദിക്കണേ. രാധമാമിയും ആകാശ് ചേട്ടനും ഒക്കെ പാവമാണ്. അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തുന്നത്. വാ തോരാതെ അവരെപ്പറ്റി പറയുന്ന പെണ്ണിന്റെ ഭാവം കണ്ട് അവന് ചിരി വന്നുപോയി. അർപ്പിതയ്ക്ക് ആരാ പാവമല്ലാത്തത്? അവളുടെ ആ നിഷ്കളങ്കമായ സംസാരം കേട്ട് കാശിക്ക് ചോദിക്കാതെ ഇരിക്കാനായില്ല. അമ്മായിമാര്, അവര് രണ്ടാളും പാവമല്ല, ദുഷ്ടകളാ. എന്നെ ജോലി ചെയ്യാൻ വേണ്ടി വിളിക്കും. അവിടെ പോയി ഓരോന്ന് ചെയ്യുമ്പോഴും എന്നെ പിച്ചും. ഭയങ്കര വേദനയാണ് അറിയോ?
ഞാൻ അമ്മമ്മയോടോ അപ്പൂപ്പനോടോ പറഞ്ഞാലും അവരോടും വഴക്കിടും. പിന്നെ എൻ്റെ അമ്മയെ മോശം പറയും. അതുകൊണ്ട് എനിക്ക് അവരെ രണ്ടാളെയും ഇഷ്ടമല്ല. കലങ്ങിയ മിഴിയോടെ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പെണ്ണ് മെല്ലെ പറയുമ്പോൾ മുൻപൊരിക്കലും അവളെ ശ്രദ്ധിക്കാനോ ചേർത്ത് പിടിക്കാനോ തനിക്ക് കഴിഞ്ഞില്ല എന്നോർത്ത് കാശിക്ക് വിഷമം തോന്നിപ്പോയി. ഇനി അവിടെ ആര് ജോലി ചെയ്യാൻ വിളിച്ചാലും പോകരുത് കേട്ടോ. അങ്ങനെ പോകുന്നത് കണ്ടാൽ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും. അതുപോലെ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയാൽ മിണ്ടാതെ നിൽക്കരുത്. ഒന്നുകിൽ നീ എതിർക്കണം, അല്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അവളുടെ സങ്കടം തിങ്ങിയ മുഖം കാണെ കാശി അവളുടെ കയ്യിൽ തട്ടി കൊണ്ടു പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ വലിയ വഴക്കുണ്ടാവും കാശിയേട്ടാ. പേടിയോടെ അപ്പോ മുഖം താഴ്ത്തി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഒരു വഴക്കും ബഹളവും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ ആരെന്ത് പറഞ്ഞാലും അർപ്പിത എന്നോട് പറയണം. അതുപോലെ നമ്മൾ രണ്ടാളും പരസ്പരം ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. അതെന്തു തന്നെ ആയാലും തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയണം. എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അതുപോരെ? അവളുടെ മുഖത്ത് നോക്കി എന്തോ ചിന്തയോടെ ഇരിക്കുന്ന പെണ്ണിന്റെ കവിളിൽ ഒന്ന് തട്ടിയിട്ട് കാശി പറഞ്ഞു. പെണ്ണ് അത് ഇഷ്ടപ്പെടാതെ മുഖം പിന്നിലേക്ക് നീക്കിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ ഒന്നു പരിങ്ങിയ കാശി പെട്ടെന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ എഴുന്നേറ്റ് കൈ കഴുകാൻ പോകുമ്പോൾ അവന്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞൊരു ചിരി നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് വൈകിട്ട് ഞാൻ കോളേജിലേക്ക് വരുന്നുണ്ട് കേട്ടോ അർപ്പിത. രാവിലെ അവനെ കൊണ്ടുപോകാനുള്ള പൊതിച്ചോറ് കെട്ടുന്നതിനിടെ ബാങ്കിൽ പോകാൻ റെഡിയായിട്ട് വന്ന കാശി അവളോട് പറഞ്ഞു. നിശ്ചയിച്ചെ കാണാനാണോ കാശിയേട്ടാ? പൊതിയൊക്കെ ഭദ്രമായി അവന്റെ ബാഗിലേക്ക് വെക്കുമ്പോൾ അപ്പു ചോദിച്ചു. അല്ല, വൈകിട്ട് നമുക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അച്ചമ്മയ്ക്കും അച്ചാച്ചനുമൊക്കെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകണമെന്ന് ഉഷ ആൻറ്റി പറഞ്ഞു. അപ്പു കൊണ്ടുപോകുന്ന കുപ്പിയിൽ ചൂടുവെള്ളം നിറച്ചുകൊണ്ട് കാശി പറഞ്ഞു. ആണോ? എന്നാ ഞാൻ അച്ചുവിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നോളാം. എന്നാ പിന്നെ ഞാൻ പോയേക്കുവാണ് കേട്ടോ. ബാഗുമെടുത്ത് ഇറങ്ങുമ്പോൾ കാശി പറഞ്ഞു. മൂളിക്കൊണ്ട് അവന്റെ പിന്നാലെ വന്ന പെണ്ണ് കാശിയുടെ ബുള്ളറ്റ് ഗേറ്റ് കടന്നു പോകുന്നത് കണ്ടതും വാതിലടച്ച് കുറ്റിയിട്ടിട്ട് വന്ന് കോളേജിൽ പോവാൻ തയ്യാറായി. ഒത്തിരി കാശായല്ലോ കാശിയേട്ടാ. എനിക്ക് ഡ്രസ്സ് എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോൾ കേട്ടില്ലല്ലോ. ഡ്രസ്സൊക്കെ എടുത്ത് തിരികെ വരും വഴിയൊക്കെ ഇത് തന്നെയായിരുന്നു പെണ്ണ് പറഞ്ഞത്. അത്യാവശ്യം കാശൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അർപ്പിത. കാശി പിറ്റേന്ന് കൊണ്ടുപോകാനുള്ള കവറുകളൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. കാശിയേട്ടൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നും ഉണ്ടാവില്ല. ലോൺ അടയ്ക്കണം. പിന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വന്നതുകൊണ്ട് കുറേ പൈസയൊക്കെ ചിലവായി എന്നൊക്കെയാണല്ലോ അമ്മമ്മ പറഞ്ഞത്. അപ്പു ആലോചനയോടെ അവനെ നോക്കി. എൻ്റെ കൊച്ചേ, ഇപ്പോൾ തൽക്കാല ആവശ്യത്തിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നേ. അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് കബോർഡിൽ വെച്ചിട്ട് കാശി പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടിട്ടും അവളൊരു തൃപ്തിയില്ലാതെ ഒന്ന് മൂളി. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. രാവിലെ പഠിക്കാനിരുന്നാൽ മതി. ഒന്ന് ഫ്രഷായി വന്ന് കിടന്നോ. അവളുടെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി കാശി പറഞ്ഞു. ഇന്നിത്തിരി അലഞ്ഞു തിരിഞ്ഞ ക്ഷീണം അവളുടെ മുഖത്തുണ്ടായിരുന്നു. കഴിച്ചിട്ട് കൂടെ വന്നതുകൊണ്ട് അപ്പുവിന് ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നിയിരുന്നു. എന്താടാ ഇത്ര വലിയ ആലോചന? പോയി കുളിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്കിയേ. കാശി ഫോൺ കയ്യിലെടുത്തു പറഞ്ഞതും അപ്പു തലയാട്ടിക്കൊണ്ട് മാറാനുള്ള തുണിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. അവളുടെ പോക്ക് നോക്കി നിന്ന കാശി ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി. ഇതുവരെ കിടന്നില്ലേ അർപ്പിത? സമയം നോക്കിക്കേ, 10 മണി കഴിഞ്ഞു. രാവിലെ ഉണർന്നു പഠിക്കാനുള്ളതൊക്കെ പഠിച്ചാൽ മാത്രമേ രാവിലെ നിന്നെ തറവാട്ടിലാക്കൂ. ഫോൺ ടേബിളിൽ വെച്ചിട്ട് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റുമ്പോൾ ഫോണും കയ്യിൽ വെച്ച് ഇരിക്കുന്ന പെണ്ണിനോട് കാശി പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിച്ചോളാം ഏട്ടാ. പിന്നെ എനിക്ക് ജോലി കിട്ടിയാൽ ആ കാശൊക്കെ ഞാൻ കാശിയേട്ടന് തന്നോളാം കേട്ടോ. അപ്പോൾ ലോണൊക്കെ തീർക്കാം. സങ്കടം നിറഞ്ഞ ശബ്ദത്തിൽ പറയുന്നവളെ കാശി ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താടാ നീ ഇപ്പോൾ പറഞ്ഞത്? കാശി അവൾക്കരികിൽ ബെഡിൽ ഇരുന്നിട്ട് ചോദിച്ചു. അത് പിന്നെ അമ്മമ്മ പറഞ്ഞു കാശിയേട്ടന് ആരും സഹായിക്കാനില്ലെന്ന്. അപ്പൂപ്പനും അമ്മൂമ്മയും തന്നാൽ ഒന്നും വാങ്ങില്ല എന്ന്. എനിക്ക് അമ്മമ്മ തന്ന സ്വർണം വേണ്ടാന്ന് പറഞ്ഞു ഏട്ടൻ തിരികെ കൊടുത്തില്ലേ? പക്ഷേ എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ പൈസ തരും. അപ്പോൾ വാങ്ങി കടമൊക്കെ തീർക്കണം. കണ്ണൊക്കെ നിറച്ച് വിങ്ങി പൊട്ടും പോലെയാണ് പറയുന്നത്. കാശിക്ക് അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. നെഞ്ചൊക്കെ വിങ്ങി പൊട്ടും പോലെ. എൻ്റെ പൊന്നു കുഞ്ഞെ, പറഞ്ഞ് എന്നെ നീ ഒരു കടക്കാരനാക്കുവോ? എനിക്കങ്ങനെ കടമൊന്നുമില്ല. പിന്നെ ഈ വീട് വാങ്ങാൻ എടുത്ത ലോണാണ് ആകെ ഉള്ള ബാധ്യത. അതൊക്കെ കൃത്യമായി അടയ്ക്കാൻ എനിക്ക് പറ്റും. അതിനുള്ള സാലറിയൊക്കെ എനിക്ക് ഉണ്ടെന്നേ. ഇനി അത് ഓർത്തിരുന്ന് ഈ ഡാം തുറക്കേണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. 2-3 ദിവസമായിട്ട് ഈ കരച്ചിലില്ലായിരുന്നപ്പോൾ ഞാൻ കരുതി എൻ്റെ കൊച്ച് അങ്ങ് നന്നായി പോയെന്ന്. അവളുടെ തുളുമ്പി നിൽക്കുന്ന മിഴിയണകൾ വാത്സല്യത്തോടെ നോക്കി കാശി പറഞ്ഞു. എനിക്കിന്ന് കാശിയേട്ടനെ ഓർത്ത് സങ്കടം വന്നിട്ടാണ് കരഞ്ഞത്. മുഖം അമർത്തി തുടച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. നീ കിടന്നോ, ഞാൻ കുളിച്ചിട്ട് വരാം. കാശി അവളോട് പറഞ്ഞിട്ട് വേഗം ബാത്റൂമിൽ കയറി വാതിലടച്ചു. അവൾ പറഞ്ഞതോർക്കെ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളും അതിലേറെ നിറഞ്ഞ മനസ്സുമായി കാശി ആ ഷവറിന് ചുവട്ടിൽ ഏറെ നേരം നിന്നു. ഒടുവിൽ തണുത്ത് മരവിച്ചു പോകും എന്ന് തോന്നിയപ്പോഴാണ് തല തുടച്ചു വേഷം മാറി പുറത്തേക്ക് ഇറങ്ങി വന്നത്. കയ്യിലിരുന്ന തോർത്ത് കസേരയിൽ വിരിച്ചിട്ട് ഒരു ടീഷർട്ട് എടുത്തിട്ട ശേഷം
അപ്പുവിൻ്റെ അരികിൽ ബെഡിൽ വന്നിരുന്നു കാശി. ഒരു വശം ചരിഞ്ഞു കൈകൾ കോപ്പി പിടിച്ച് കവിളിനടിയിൽ വെച്ച് കിടന്നുറങ്ങുന്ന പെണ്ണിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു അവൻ. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും ഒറ്റയ്ക്ക് ഒരാഴ്ച. അത് ഓർക്കുമ്പോൾ എനിക്ക് എന്താ സന്തോഷം എന്നറിയോ ആദ്യേട്ടാ. നഗ്നമായ അവൻ്റെ നെഞ്ചിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇറങ്ങി കിടന്നുകൊണ്ട് സോണി പറഞ്ഞു. ഇവിടെയാണെങ്കിൽ നമ്മൾ മാത്രമുള്ളൊരു ലോകം തന്നെയല്ലേ സോണി. മുകളിലേക്ക് ഇവിടെ ആരും കയറി വരാറ് പോലുമില്ലല്ലോ. പിന്നെന്താ? അവളുടെ കഴുത്തിൽ മൂക്ക് ഉരസിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇവിടേക്ക് കയറി വരാറില്ല എങ്കിലും ഈ വീട്ടിൽ നമ്മളെ കൂടാതെ വേറെ ആളുകൾ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ പോലും പേടിയാണ്. നാണക്കേടാകുമല്ലോ എന്നോർത്തു. അവൻ്റെ ദേഹത്താകെ വിരലോടിച്ച് ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാണ്. അവൾ പകർന്നു കൊടുക്കുന്ന സുഖലാളനങ്ങൾ മതിമറന്നു ആദി സമ്മതിച്ചു. പിള്ളേര് പോയിട്ട് വരാൻ ഒരാഴ്ച എടുക്കുമെന്നോർക്കുമ്പോൾ ഒരു വിഷമം. എന്തോ ഫയൽ നോക്കിയിരിക്കുന്ന അനന്തൻ്റെ അരികിൽ വന്നിരുന്നു ഹേമ പറഞ്ഞു. നിനക്ക് വിഷമമാണെങ്കിൽ ആദിയോട് പോകണ്ട എന്ന് പറയാമായിരുന്നല്ലോ. അയാൾ ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ ഞാൻ പറയും അനന്തേട്ട. പിള്ളേര് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. അവർ പോകണ്ട എന്നോ പോകണമെന്നോ ഞാൻ പറഞ്ഞില്ല. എല്ലാം പറഞ്ഞത് നീ തന്നെയാണ്. അയാൾ ഫയൽ അലമാരയ്ക്കുള്ളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. നാളെ ഇനി രാവിലെ തറവാട്ടിൽ പോകണം. അനന്തേട്ടൻ ഉണ്ടാവില്ലേ? അവർ ബെഡൊക്കെ ശരിയാക്കി കിടക്കാൻ വട്ടം കൂട്ടിക്കൊണ്ട് തിരക്ക്. ഞാൻ വരാം, ഉച്ചയാകും. നീ പിള്ളേർക്കൊപ്പം രാവിലെ പോകും എന്നല്ലേ പറഞ്ഞത്? ആ, അതങ്ങനെ തന്നെയാണ്. പിന്നെ ഏട്ടനും ഏട്ടത്തിയും ഉച്ച കഴിഞ്ഞ് വരും. രാത്രി തങ്ങി മറ്റന്നാൾ വെളുപ്പിനെ പിള്ളേരെ യാത്രയാക്കിയിട്ട് തിരികെ പോവും. അവർ അയാൾക്ക് അരികിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. അയാൾ അതിനൊന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. വേഗം വരണേ കാശിയേട്ടാ. അപ്പുവിനെ തറവാടിന് മുന്നിൽ കൊണ്ടുവിട്ട് പോകാൻ ബുള്ളറ്റ് തിരിക്കുന്നവനോട് അവൾ പറഞ്ഞു. ഞാൻ വന്നേക്കാം, നീ അങ്ങോട്ട് കയറിപ്പോയ്ക്കോ. കാശി അവളെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചു പറഞ്ഞിട്ട് ബുള്ളറ്റ് ഓടിച്ചു പോയി. മുറ്റത്ത് നിൽക്കുന്ന ശശിയെ നോക്കി ചിരിച്ചുകൊണ്ട് അപ്പു കയ്യിലിരുന്ന തുണികളൊക്കെ അടങ്ങിയ ബാഗുമായി ഉമ്മർത്ത് തന്നെ നോക്കി നിൽക്കുന്ന ദേവകിക്ക് അരികിലേക്ക് ഓടി വന്നു. പതിയെ വാ എൻ്റെ കുട്ടിയെ, എവിടെയും തടഞ്ഞു വീഴാതെ. ഞാൻ എങ്ങും വീഴില്ല എൻ്റെ അമ്മമ്മേ. ബാഗ് നിലത്ത് വെച്ച് അവരെ ചുറ്റുപിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഓ വന്നോ അച്ചമ്മയുടെ പുന്നാര. അപ്പുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്ന ദേവകിയോട് മുഖത്ത് തെളിഞ്ഞ ഇഷ്ടക്കേടോടെ മൃദുല തിരക്കി. അതെന്താ മിച്ചു നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് എൻ്റെ എല്ലാ കൊച്ചുമക്കളും ഒരുപോലെ തന്നെയാണ്. അപ്പുവിൻ്റെ കൈപിടിച്ച് മിച്ചുവിൻ്റെ അരികിലേക്ക് വന്ന് അവർ പറഞ്ഞു. അല്ല, അച്ചമ്മ കള്ളം പറഞ്ഞതാണ്. അച്ചമ്മയ്ക്കും അച്ചച്ചനും അപ്പു കഴിഞ്ഞേ ഞങ്ങൾ ആരുമുള്ളൂ. അത് ദാ ഈ വിനിച്ചേച്ചിക്ക് വരെ അറിയാം. മിച്ചു കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ലെൻ്റെ കുട്ടിയെ, നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെ. അപ്പുവിൻ്റെ കയ്യിലെ പിടുത്തം അപ്പോഴും വിടാതെ ദേവകി പറഞ്ഞു. അത് മിച്ചു പറഞ്ഞത് സത്യമാണ്. അമ്മായി എന്ത് പറഞ്ഞാലും ചെയ്താലും അപ്പുവിനും കാശിക്കുമാണ് ഈ തറവാട്ടിലെ മുൻഗണന. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് പിന്നിലേ വരൂ. മിച്ചുവും അച്ചമ്മയും സംസാരിക്കുന്നത് കേട്ട് ഡൈനിങ് ഹാളിൽ എന്തോ കഴിച്ചുകൊണ്ടിരുന്ന ഹേമ പറഞ്ഞു. കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ ഹേമേ, നീയും കൂടെ ഇങ്ങനെ പറയരുത്. കാശിയോടും അപ്പുവിനോടും ഒക്കെ എന്തുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കരുതൽ കാണിക്കുന്നു എന്ന് കുട്ടികൾക്ക് മനസ്സിലായില്ല എങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട നിങ്ങൾ മുതിർന്നവർ കൂടെ ഇങ്ങനെ ചിന്തിക്കുന്നത് കഷ്ടം തന്നെ. ഓ, ഇനിയിപ്പോൾ എൻ്റെ ചിന്താഗതിക്കായി കുറ്റം. അവരെ പുച്ഛിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. നീ ചെന്ന് ഈ വേഷം മാറുകയോ അപ്പു? എന്തെങ്കിലും കഴിക്കേണ്ടേ? ഹേമയോട് പിന്നെ ഒന്നും പറയാതെ ദേവകി അവളോട് പറഞ്ഞു. ഞാൻ ഉപ്പുമാവ് കഴിച്ചതാ, ഇപ്പോൾ കഴിക്കാൻ വേണ്ട. ഞാൻ ഡ്രസ്സ് മാറി വരാം അമ്മമ്മേ, എൻ്റെ കൂടെ വായോ. അവരുടെ കയ്യിലെ പിടിവിടാതെ പറഞ്ഞിട്ട് അപ്പു അവരുമായി റൂമിലേക്ക് പോയി. കാശിയേട്ടന് ഇവളുടെ കൂടെ ഇവിടെ വരാനും നിൽക്കാനും ഇഷ്ടമില്ലാഞ്ഞിട്ടാവും മുറ്റത്ത് ഇറക്കി വിട്ടിട്ട് പോയത്. വിനീത ആലോചനയോടെ മിച്ചുവിനോട് പറഞ്ഞു. അതായിരിക്കും, അല്ലെങ്കിലും ഇവളെ പോലെ ഉള്ളതിനെ ഒന്നും ചുമക്കേണ്ട ആവശ്യം കാശിയേട്ടനില്ല. മിച്ചു വിനി പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കണക്കിന് ആ ചെക്കം വരാഞ്ഞത് നന്നായി. അവളെ ഇന്ന് ശരിക്ക് പൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഹേമ ക്രൂരമായ ശബ്ദത്തിൽ പറയുന്നത് കേൾക്കെ വിനിയും മിച്ചുവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു.